ഇന്നഹു തഗ, നിങ്ങൾ ഫറോവയുടെ അരികത്തേക്ക് പോകണം. ഫറോവയോട് ചെന്ന് ഹല്ലക ഇലാ അൻ തസക്ക, നിനക്ക് ആത്മസംശുദ്ധി വേണ്ടയോ എന്ന് അവനോട് ചോദിക്കിൻ. ലഅല്ലഹു യതദക്കറു ഓ യഖ്ഷ, മേബി ഹി വിൽ ബി റിമൈൻഡഡ്, ഒരുപക്ഷെ അവൻ നിങ്ങളുടെ ഓർമ്മപ്പെടുത്തലൊക്കെ സ്വീകരിച്ചേക്കാം. അള്ളാഹുവിനെ അറിയൂലേ അവൻ ഒരിക്കലും സ്വീകരിക്കൂല. അള്ളാഹ്ക്ക് അറിയൂലേ അവൻ ചെങ്കടലിൽ മുങ്ങി മരിക്കുകയാണ്, അള്ളാഹു അവനെ മുക്കി കൊല്ലാൻ പോവുകയാണ്. അള്ളാഹുവിന്റെ അസലിയായ ഇൽമിൽ അതുണ്ടായിരിക്കെ എന്തിനു മൂസനബിയോടത് പറയണം? മൂസനബിയെ, നിങ്ങളൊരു നബിയാണ്, നിങ്ങൾ ചെയ്യേണ്ട ജോലിയാണത്, അത് നിങ്ങൾ ചെയ്തേക്കാം. ഹിദായത്ത് കൊടുക്കണോ വേണ്ടയോ അത് അള്ളാഹുവിന്റെ വിഷയമാണ്. നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കണം മൂസനബിയെ. നതീജ, അതിന്റെ റിസൾട്ട് അത് അള്ളാഹുവിന്റെ കയ്യിലുള്ള കാര്യമാണ്. അതിനെ സംബന്ധിച്ച് നിങ്ങളോട് ചോദ്യമല്ല, നിങ്ങൾ പണിയെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ചോദിക്കുക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സ്ഥാപനം ഈ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാന റിസർച്ചുകൾക്ക് മാത്രമായി സംവിധാനിക്കപ്പെട്ട ഇത് ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യതയും ഒരുപാട് ആളുകൾക്ക് ദീനിന്റെ അറിവിന്റെ വെളിച്ചം ആ മഹാ പ്രകാശലോകത്തേക്ക് കടന്നു വരാനുള്ള ഒരു കവാടമായിരിക്കണം ആണ് നമ്മുടെ ഈ സംവിധാനം ഇർതിഖ. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഭാഗവാഹിത്വം അതിലുണ്ടാകണം. ഇൻഷാ അല്ലാഹ് ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നൊരു കവർ നമ്മുടെ സംഘാടകർ കൈമാറും. അത് നാളെ നമ്മുടെ സമാപന ദിവസമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ള മഹാന്മാരായ സയ്യിദന്മാർ, നേതാക്കന്മാരൊക്കെ സംബന്ധിക്കുന്ന വലിയൊരു പരിപാടിയാണ്. അതുകൊണ്ട് നാളത്തേക്ക് നമ്മുടെ സന്നദ്ധാന സമ്മേളനം നടക്കുകയാണ്. നിങ്ങളൊക്കെ അത് കൊണ്ടുവരണം. അതിൽ നിങ്ങളുടെയൊക്കെ കാര്യമായ ഒരു സഹായം അതിലുണ്ടാവണം. അള്ളാഹു അതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട്, നമ്മൾ ചെയ്യുന്ന അമലിൻ്റെയൊക്കെ ഹക്ക് കൊണ്ട് അള്ളാഹു തആല നമ്മുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സലാമത്താക്കി തരട്ടെ. നമ്മുടെ കുടുംബത്തിൽ, മക്കളിൽ, ബന്ധുക്കളിൽ ഒക്കെ രോഗികളുണ്ട്. അള്ളാഹു എന്ന് ശിഫയാക്കണേ റബ്ബേ. ഈ സദസ്സിൽ ഡയാലിസിസിന് വിധേയമാകുന്ന രോഗികളുണ്ട്, കിഡ്നി മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് വിധേയമാകുന്നവരൊക്കെ ഉണ്ട്. അള്ളാഹു നിനക്കറിയാം. പടച്ച തമ്പുരാനെ, നീ ശിഫ കൊടുക്കണേ റബ്ബേ, സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ദുആയിരക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സാബിരീന ഫിൽ ബഅസാഇ വദ്ദറാഇ വഹീനൽ ബഅസ് ഉലൈക അല്ലദീന സ്വദഖൂ ഉലൈക ഹുമുൽ മുത്തഖൂൻ. والصابرين في البأساء والضراء, ദാരിദ്ര്യം വരുമ്പോഴും മുസീബത്ത് വരുമ്പോഴും ക്ഷമിക്കുന്ന ആളുകൾ. വഹീനൽ ബഅസി, ഒരു യുദ്ധത്തിന്റെ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു യുദ്ധം നടക്കുമ്പോൾ അവിടെ ക്ഷമ വേണ്ടി വരും. ഉലൈക അല്ലദീന സ്വദഖൂ, ദാരിദ്ര്യം വരുമ്പോഴും മുസീബത്ത് വരുമ്പോഴും ക്ഷമിക്കുന്നവർ, അവരാണ് അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തിയവർ. ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളും. ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും എപ്പോഴും നമുക്ക് കിട്ടൂല. ഇപ്പൊ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇന്നലെ അള്ളാഹു പരീക്ഷിച്ചു കാണും, ഇല്ലെങ്കിൽ നാളെ അള്ളാഹു പരീക്ഷിക്കും. ഇന്ന് പരീക്ഷണത്തിലാണെങ്കിൽ നാളെ അത് ഫറജിലേക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹു മാറ്റിത്തരും. അള്ളാഹു ഒരിക്കലും ലാ യഗ്ലിബു ഉസ്റുൻ യുസ്റൈൻ, ഒരു പ്രയാസത്തിന് ശേഷം രണ്ട് ആശ്വാസം തരാതെ അള്ളാഹു പിന്നൊരു പരീക്ഷണം നൽകില്ല എന്നാണ് അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വിശദീകരിക്കുന്നത്. സ്വാബിരീൻ, നമ്മൾ ക്ഷമിക്കും. എപ്പെന്നറിയോ? ഒരു വഴിയും ഇനി നമ്മുടെ മുമ്പിലില്ല എന്ന് കാണുമ്പോൾ നമ്മൾ ക്ഷമിക്കും. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എല്ലാം തീർന്നില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ഇനി മിണ്ടാണ്ടിരിക്കന്നെ. ആ ഒരു നിലയിലേക്ക് എത്തുമ്പോൾ ക്ഷമിക്കേണ്ടത് ഇന്നമസ്സബ്റു ഇൻദ സ്വദ്മത്തിൽ ഊലാ, ഒരു പ്രയാസവും ഒരു പ്രതിസന്ധിയും നമ്മിലേക്ക് വന്നെത്തുമ്പോൾ അതിന്റെ ആദ്യഘട്ടത്തിൽ നമ്മുടെ ഖൽബിലേക്ക് വരേണ്ടതാണ്. ഇത് അല്ലാഹുവിന്റെ ഒരു ഖദർ, ഖലാ എന്റെ മുമ്പിൽ സംഭവിക്കുകയാണ്. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അള്ളാഹു നിശ്ചയിച്ചു, അങ്ങനെ സംഭവിച്ചു. അള്ളാഹു ഉദ്ദേശിക്കുന്നത് മാത്രമേ ഈ ലോകത്ത് സംഭവിക്കുകയുള്ളൂ. അത് ഞാനതിന് സാക്ഷിയാണ്. അള്ളാഹുവെ, ഞാൻ നിന്നോട് പൊരുത്തത്തിലാണ് പടച്ചവനെ. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പരാതി പറയരുത്. അള്ളാഹുവിനോട് പരാതി പറയാം, റബ്ബിനോട് പരാതി പറയാം. ഹബീബായ നിബിതങ്ങളോട് സ്വഹാബിമാർ വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. പുണ്യ നിബിതങ്ങളോട് സ്വഹാബിമാർ ശിക്വ ചെയ്തിട്ടുണ്ട് നബിയെ. അതാണ് ഇർതകബ്തു അലൽ ഖതാ غير حسر وعداد
لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي. നബിയെ, പാപഭംഗിലമായി പോയിട്ടുണ്ട് നബിയെ, ഞാൻ അങ്ങയോട് പരാതി പറയുകയാണ് നബിയെ, അങ്ങയോട് ഞാൻ എൻ്റെ ശിക്വ ബോധിപ്പിക്കുകയാണ്. ഫകുല്ലി ശഫീഅൻ യൗമ ലാ ദൂ ശഫാഅത്തിൻ ബിമുഗ്നിൻ ഫതീലൻ അൻ സവാദ് ഇബ്നു ഖാരിബി. നബിയെ, സവാദ് ഇബ്നു ഖാരിബ് എന്ന എനിക്ക് അങ്ങ് നാളെ ശഫാഅത്ത് നൽകി അനുഗ്രഹിക്കണം നബിയെ, ഞാൻ അങ്ങയോട് ശഫാഅത്ത് ആവശ്യപ്പെടുകയാണ്. ഫകുല്ലി ശഫീഅൻ, അങ്ങ് എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം. സവാദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, തുഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ നബിയെ. അസബ്തു ഹദ്ദൻ, ദീനിൽ ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റം ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് ഹബീബിനോട് വന്ന് പറഞ്ഞ് എത്ര ആളുകളാണ്, എത്ര പേരാണ് അവിടത്തോട് പരാതി പറയാണ്. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിൽ നിന്ന് വളരെ വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടായി. ഖർനു സആലിബ് എന്ന് പറയുന്ന പാറക്കൂട്ടങ്ങളിൽ വന്നിരുന്ന് അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ബത്തി വഹുസ്നി വഹവാനി അലന്നാസ് വഖില്ലത ഹീലതി വഹവാനി അലന്നാസ്. അല്ലാഹുവേ, നിന്നോട് ഞാൻ എൻ്റെ പരാതി ബോധിപ്പിക്കുകയാണ്. കാലിന്ന് ചോര വന്നിരിക്കുകയാണ്. ഉമ്മയുടെ കുടുംബക്കാരുണ്ട് അവിടെ, ബനൂ സഖീഫുകാർ, അവരൊക്കെ സഹായിക്കും, ഹബീബിന്റെ ദഅവത്തുമായി സഹകരിക്കുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ടുപോയതല്ലേ, അവരൊക്കെ കല്ലെറിഞ്ഞ് ഓടിച്ചില്ലേ. ആ വേദനയിൽ കാലിന്ന് ഇങ്ങനെ ചോരൊലിക്കുന്നുണ്ട്. അല്ലാഹുമ്മ റബ്ബേ ഇലൈക അഷ്കൂ, നിന്നോട് പരാതിപ്പെടുകയാണ്. അല്ലാഹനെ കുറിച്ച് പരാതി പറയല്ല, അല്ലാഹുവിനോട് പരാതി പറയാം. എൻ്റെ ദുഃഖവും എൻ്റെ സങ്കടവും പടച്ചവനെ, എനിക്ക് കുതന്ത്രങ്ങൾ അറിയില്ല റബ്ബേ. അല്ലാഹുവേ, ജനങ്ങളൊക്കെ എന്നെ നിസ്സാരപ്പെടുത്തിയല്ലോ. ഹവാനി അലന്നാസ്, ജനങ്ങളൊക്കെ എന്നെ കല്ലെറിഞ്ഞല്ലോ. ഒരു തെമീമി ഗോത്രക്കാരൻ അവര് കല്ലെറിയൂല, ഒരു ഗിഫാരി അവര് കല്ലെറിയൂല, ഒരു മഖ്സൂമി അവര് കല്ലെറിയൂല. പക്ഷേ ഹാഷിമിയും ഖുറൈശിയുമായ പുണ്യ നബിയെ പിന്നെ അവരെന്തിനു ചെയ്തു? അങ്ങനെ വല്ലാത്ത പരീക്ഷണമായിരുന്നു, വല്ലാത്ത പരീക്ഷണമാണ്. അവിടുന്ന് ദക്കിയാണ്, അഖലുന്നാസ് വഅഹ്സനുഹും ഖുലുഖൻ അൽ അമീൻ എന്നറിയപ്പെട്ട ഈ ഗുണങ്ങളൊക്കെയുള്ള പുണ്യ നബിയെ അവര് ഭ്രാന്തൻ എന്ന് വിളിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നല്ല അറിവുള്ള ഒരു പണ്ഡിതനെ ആള് ഭ്രാന്തനാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ മദ്രസയിലെ ഉസ്താദിനെ പറ്റി ഒരാൾ അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് അവര് മജ്നൂൻ, ഭ്രാന്തനാണ്, കല്ലെറിഞ്ഞ് ഓടിച്ചോളൂ എന്ന് പറയാ കുട്ടികളോട്. ഒക്കെ നടന്നില്ലേ? അതിനെ സംബന്ധിച്ച് പുണ്യനബി അള്ളാഹുവിനോട് പറയുന്ന ഒരു പരാതിയുണ്ട്, റബ്ബ് തആലയോട് ചെയ്യുന്ന ഒരു ശിക്വയുണ്ട്. അള്ളാഹുവേ, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല, നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ അല്ലാഹ് ഇതൊക്കെ ഞാൻ സഹിക്കാൻ കേട്ടോ. اللهم إن لم يكن بك غضب فلا أبالي ولك العتبى حتى ترضى. പടച്ചവനെ, നിനക്കാണ് സ്തുതി, നിനക്ക് പൊരുത്തമാകുന്നവരെ, തൃപ്തിയാകുന്നവരെ അല്ലാഹുവേ, നിനക്ക് തന്നെയാണ് സർവസ്തുതിയും. നിന്നോട് മാത്രമാണ് റബ്ബേ നന്ദി ചെയ്യാനുള്ളത്. എല്ലാ നന്ദിയും, എല്ലാ കടപ്പാടും, എല്ലാ സ്തുതിയും അല്ലാഹുവേ നിന്നോട് മാത്രമാണ്. ഇത് പറഞ്ഞത് എപ്പോഴെന്നറിയോ? കാലിന്ന് ചോര വരുമ്പോൾ. നമ്മളൊരു മിനിമം ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അല്ലാഹു നിനക്ക് സ്തുതി എന്ന് പറയാൻ തോന്നും. അപ്പോൾ എന്ത് അൽഹംദുലില്ലാ, വേദനിക്കുമ്പോൾ എന്ത് അൽഹംദുലില്ലാ പറയാനാ? അങ്ങനെയല്ല ചിന്തിക്കുക. ഒരു ഓപ്പറേഷന് വിധേയമാവുകയാണ്, അൽഹംദുലില്ലാ എന്ന് പറയുമോ? എന്ന് പറയാൻ തോന്നുമോ? വേദനിക്കുന്നുണ്ട്. ഇത് മഹ്ബൂബിനോട് ചെയ്യുന്ന സ്നേഹപ്രകടനമാണ്. ഒരാൾ വേദനിച്ചുകൊണ്ട് കരയുമ്പോ മഹാനായ ഒരു സൂഫി വര്യൻ അവരോട് പറയാണ്, ഒരു മഹ്ബൂബിനെ വേദനിപ്പിക്കുമ്പോ അനീനുൽ മഹ്ബൂബ് ശിക്വ, ആ വേദനയിൽ തേങ്ങിക്കരയുന്നത് അതൊരു പരാതി പറയലാണ്. ആ മഹ്ബൂബിനെ പറ്റി പരാതി പറയലാണ്, മഹ്ബൂബിനോടല്ല, മഹ്ബൂബിനെ പരാതി പറയലാണ്. എന്തേ പടച്ചോനെ നീ എനിക്കിങ്ങനെ തന്നു, അതുകൊണ്ട് നിങ്ങളിങ്ങനെ തേങ്ങിക്കരയല്ല എന്ന് പറയാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്.
അള്ളാഹു നമുക്കൊക്കെ വേദനാജനകമായ സുഖങ്ങളിൽ നിന്ന് അള്ളാഹുവെ നീ കാവൽ നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. അത്തരം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന രോഗികൾക്ക് റബ്ബേ നീ ശിഫ നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതൊരു ശിഖ്വയാണ് എന്ന് പറഞ്ഞപ്പോ ആ മെഹബൂബ് ഇങ്ങോട്ട് പറയാണ്, രോഗി ഞാൻ അറിയാതെ തേങ്ങിപ്പോയതാണ്. ഒരു മെഹബൂബിനോട് ചെയ്യുന്ന വേദനിപ്പിക്കലിൽ ആ മെഹബൂബിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ശിഖ്വയല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി കരയില്ല എന്ന് മാത്രമല്ല, എന്റെ മെഹബൂബായ അള്ളാഹു എന്നോട് എന്ത് ചെയ്താലും എനിക്കതിൽ ഒരു പരാതിയില്ലെന്ന് മാത്രമല്ല, എന്റെ മെഹബൂബിനോട് എനിക്കതിൽ ഇഷ്ടമേ ഉള്ളൂ. ഇതൊക്കെ ഈമാനിന്റെ ഹൈ ഗ്രേഡുകളാണ്, ഹൈ ലെവലുകളാണ്. നമുക്ക് അങ്ങോട്ടൊക്കെ എത്താൻ കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ ഒരു രംഗത്തെയാണ് പുണ്യനബി തങ്ങൾ പറയുന്നത്, അജബൽ അംരിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമല്ലേ. ഇന്ന സ്വാബതുഹു സറാഉ ശകർ വഇന്ന സ്വാബതുഹു ദറാഉ സബർ വലൈസ ദാലിക ഇല്ലാ ലിൽ മുഅ്മിൻ. ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതമാണ്, എത്ര അത്ഭുതമാണ്. ഒരു സന്തോഷമുണ്ടാകുന്ന കാര്യം എത്തിയാൽ അല്ലാഹുവിനെ സ്തുതിക്കുകയും അൽഹംദുലില്ലാ എന്ന് പറയുകയും, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു മുഅ്മിൻ, ഇത് രണ്ടുമല്ലേ ജീവിതത്തിലുള്ളൂ. ഒന്നുകിൽ പരീക്ഷണം, ഇല്ലെങ്കിൽ സന്തോഷമുള്ള അവസ്ഥകൾ. ഇത് രണ്ടിലും ഒരു ഭാഗത്ത് ക്ഷമയും ഒരു ഭാഗത്ത് സബറും ശുക്റും, ഇത് രണ്ടല്ലേ നമ്മുടെ കൈകളിലുള്ളൂ. വിദ്യാർത്ഥികൾക്ക് വലിയ ക്ഷമ വേണം. മുതഅല്ലിമീങ്ങൾക്ക് പഠിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ അയ്യാമുൽ മുസാബറ, തഅല്ലുമിന്റെ കാലഘട്ടം വലിയ കഠിനാധ്വാനത്തിന്റെ കാലമാണ്. വീട് ആലോചിക്കുമ്പോൾ ടെൻഷൻ വരും കുട്ടികൾക്ക്. പല കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവർക്ക് പഠനം നിർത്തിപ്പോയാലോ, ഞാനിവിടെ ഇനി എത്ര കൊല്ലം ഇരിക്കണം പഠിച്ചവനെ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി വല്ല ജോലിയും ചെയ്താൽ എനിക്ക് എൻ്റെ കുടുംബം പുലർത്താലോ എന്നൊക്കെ തോന്നിപ്പോകുന്ന ചില വസ്വാസുകൾ വരും. ഇതൊക്കെ പിടിച്ചു നിർത്തി, ഇല്ല റബ്ബേ ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ഞാൻ ക്ഷമിക്കുകയാണ്, നീ എൻ്റെ കൂടെ ഉണ്ടാകുമല്ലോ റബ്ബേ. അമ്പിയാക്കന്മാരെ ക്ഷമിച്ചു. അങ്ങനെ ആ ക്ഷമയുടെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ ഖുർആൻ ഇങ്ങനെ പറഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാം മെസപ്പൊട്ടേമിയയിലുണ്ടായ ആ ഒരു വലിയ വെള്ളപ്പൊക്കം, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹു കപ്പലുണ്ടാക്കി കൊടുത്ത് രക്ഷപ്പെടുത്തി. സയ്യിദുനാ സ്വാലിഹ് അലൈഹിസ്സലാം അത്ഭുതകരമായി മഹാനെ രക്ഷപ്പെടുത്തി. സ്വാലിഹ് നബിയുടെ ഒട്ടകം, പാറയിൽ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന ഒട്ടകം, അതിനെ അറുത്ത ആളുകൾ കടുത്ത നടപടി അള്ളാഹു സ്വീകരിക്കുമ്പോൾ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെയും കൂടെയുള്ളവരെയും അള്ളാഹു രക്ഷപ്പെടുത്തുന്നു. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം രക്ഷപ്പെടുത്തിയെന്ന് മാത്രമല്ല, കഅബാലയം പടുത്തുയർത്താനുള്ള തൗഫീഖ് അല്ലാഹു നൽകിയില്ലേ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിന്. സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയുടെ മിഹ്റാബിൽ നിന്നുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ നീ എനിക്ക് കുഞ്ഞിനെ തരണം. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. യഹ്യ അലൈഹിസ്സലാമിനെ സന്തോഷമായി അല്ലാഹു നൽകിയില്ലേ. ഒരുപാട് ക്ഷമിച്ചപ്പോഴാണ് അയ്യൂബ് നബിയോട് ഉർഖുദ് ബിരിജ്ലിക ഹാദാ മുഗ്തസലും ബാരിദുൻ വശറാബ്, അയ്യൂബ് നബിയെ കാലുകൊണ്ടൊന്ന് ഭൂമിയിൽ ചവിട്ടിക്കോളൂ, ഒന്ന് കാലുകൊണ്ടൊന്ന് കുത്തിക്കോളൂ, നിങ്ങൾക്കവിടെ വെള്ളമുണ്ട്, കുടിക്കാനും കുളിക്കാനുമുള്ള തണുത്ത ജലം. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ബിഷാറത്തുകൾ വരികയാണ്. സയ്യിദുനാ ഈസ നബി അലൈഹിസ്സലാം ഒരുപാട് മയ്യിത്തുകളെയാണ് മഹാനവറുകൾ ഖുംബി ഇദ്നില്ല എന്ന് പറഞ്ഞ് ജീവൻ കൊടുത്തത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം വലിയ കരുത്ത് നൽകിയില്ലേ, യാ അല്ലാഹ് ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ഒരു വ്യഭിചാരത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയാൻ മാത്രം സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമിന് അള്ളാഹു ഹിമ്മത്ത് കൊടുത്തത് ക്ഷമയല്ലാതെ മറ്റെന്താണ് മുഅ്മിനെ? നമുക്കതുണ്ടോ? പരീക്ഷണങ്ങൾ വരുമ്പോഴുള്ള ക്ഷമയല്ല ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ യുവതലമുറ അഭിമുഖീകരിക്കുന്നതല്ല. അതെല്ലാവരും ക്ഷമിച്ചേക്കും. അസുഖം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ എല്ലാവരും ക്ഷമിക്കുന്നുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഖിലാഫത്തിന്റെ അവസാന കാലം, ഹബീബായ നബി തങ്ങളുടെ കാലത്ത് ഞങ്ങളൊക്കെ ക്ഷമിക്കുമായിരുന്നു, പക്ഷേ ആ ക്ഷമ പ്രയാസങ്ങൾ ക്ഷയിക്കാനുള്ള ക്ഷമയാണ്. അത് ഞങ്ങളൊക്കെ ക്ഷമിച്ച് വിജയിച്ചു. പക്ഷേ ഞങ്ങളുടെ കൈകളിൽ അല്ലാഹു ദീനാറും ദിർഹമും തന്നപ്പോ, സുഖ സൗകര്യങ്ങൾ തന്നപ്പോഴേ, എന്താണ് ആ സൗകര്യം എന്നൊക്കെ പറയാൻ, വളരെ പരിമിതമായ സൗകര്യം, പക്ഷേ നബുവത്തിന്റെ കാലഘട്ടത്തെക്കാളും ഇച്ചിരി മെച്ചപ്പെട്ടു. എന്നിട്ട് നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ലല്ലോ റബ്ബേ. ഈ ക്ഷമയിലാണ് നമ്മൾ പരാജയപ്പെട്ടു പോയത്. നിഅമത്ത് കിട്ടിയിട്ട് ക്ഷമിക്കുക, അത് നമ്മളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. അത് അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് മാത്രം. അല്ലാഹു നൽകുന്ന ആരോഗ്യം അല്ലാഹുവിന്റെ വഴിയിൽ മാത്രം. അല്ലാഹു നമുക്ക് നൽകുന്ന ആരോഗ്യവും സമ്പത്തും സൗന്ദര്യവും എന്താകട്ടെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതിന് മാത്രം.
അള്ളാഹു നമുക്ക് നൽകുന്ന അറിവ്, നമ്മുടെ സമയം പടച്ച തമ്പുരാനെ മാത്രം അങ്ങനെ ചെലവഴിക്കാൻ നമ്മളെ കൊണ്ടാകുമോ, അങ്ങനെ നമുക്കാകുമോ എന്നിടത്താണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഉമ്മത്തിൽ നിന്ന് പ്രതിനിധീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം അതാണ്. ക്ഷമയില്ലായ്മ ഏറ്റവും കൂടുതൽ നമ്മുടെ തിന്മയിലേക്ക് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ക്യാമ്പസുകളും അങ്ങാടികളും നമ്മുടെ ഓണം കയറാ മൂലകൾ വരെ മയക്കുമരുന്നിന്റെ ലഹരിയുടെ അന്ധതയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും ഒരുപക്ഷെ ഇത് കേൾക്കേണ്ട ഒരു വിഭാഗമുണ്ട്, നമ്മുടെ വിദ്യാർത്ഥിനികൾ. അവരൊരു പക്ഷെ ഇവിടെ വന്നിട്ടില്ലായിരിക്കാം. ഇത് കേൾക്കേണ്ട ഒരു വിഭാഗം യുവാക്കളുണ്ട്, അവരവിടെ എത്തിയിട്ട് പോലും ഉണ്ടാവില്ല, 4 ആയത്ത് പോലും അവരെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അവരിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അള്ളാഹു അത് കേൾക്കാൻ അവസരം അവർക്ക് നൽകിയിരിക്കും എന്ന് സൂറത്ത് തൗബയിൽ അള്ളാഹു പറയുന്നത് നമുക്കൊക്കെയുള്ള വലിയൊരു സന്തോഷ വാർത്തയാണ്. നന്മ കേൾക്കാൻ ഒരു അവസരം അള്ളാഹു നമുക്ക് നൽകിയത് നമ്മളിൽ അള്ളാഹു ഖൈർ കണ്ടിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. മാഷാ അല്ലാഹ്, നമ്മളിൽ ഒരു ഖൈർ, എപ്പോഴോ ചെയ്ത ഒരു നന്മ, ആ നന്മയ്ക്ക് അള്ളാഹു നൽകുന്ന പകരം എന്താണെന്നറിയോ? ദീൻ കേൾക്കാനുള്ള ഒരവസരം നിങ്ങളുടെ മുമ്പിലേക്ക് അള്ളാഹു ഇട്ടുതരും. ഏതെങ്കിലും ഒരു വാദിന് പോയിരിക്കും, ഒരു മജ്‌ലിസിൽ പോയിരിക്കുന്നു, ഒരു നല്ല കാര്യം വായിക്കുന്നു, കേൾക്കുന്നു, ആരോ പറഞ്ഞു തരുന്നു. ഇതിനൊരവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അള്ളാഹു നിങ്ങൾക്ക് തന്ന ജീവിതത്തിൽ ചെയ്ത ഒരു നന്മയുടെ പ്രതിഫലമാണ്. അള്ളാഹു നമ്മളിൽ ഖൈർ കണ്ടതിന്റെ അടയാളമാണത്രേ. അള്ളാഹു നമ്മളിൽ ഖൈർ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. وإذا عرتك بلية فاصبر لها صبر الكريم فإنه بك أعلم وإذا شكوت إلى ابن آدم إنما تشكو الرحيم إلى الذي لا يرحم وإذا عرتك بلية فاصبر لها. നിങ്ങൾക്ക് അള്ളാഹു ഒരു പരീക്ഷണം തന്നാൽ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി അത് ക്ഷമിക്കണമേ. ക്യാമ്പസുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ, ഹോസ്റ്റലുകളിൽ, നാടിന് പുറത്ത്, നാട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളോട് വളരെ വിനയപുരസ്സരം ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. വഇദാ അറത്ക ബലിയത്തുൻ ഫസ്ബിർ ലഹാ സബ്റൽ കരീം ഫഇന്നഹു ബിക അലമു. പ്രിയപ്പെട്ട മക്കളോട്, നമ്മുടെ യുവതലമുറയോട്, വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ന്യൂ ജനറേഷനോട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഞങ്ങളുടെ കാലഘട്ടത്തെക്കാളും വലുതാണ്, ഗുരുതരമാണ്. നിങ്ങൾക്ക് കാണേണ്ടി വരുന്ന പരീക്ഷണങ്ങൾ നിങ്ങളുടെ ഉപ്പമാരോ വല്യപ്പമാരോ അനുഭവിച്ചിട്ടില്ലാത്ത പരീക്ഷണങ്ങളാണ്. നിങ്ങളുടെ മുമ്പിലൂടെ നടക്കുന്ന തിന്മയുടെ തുറക്കപ്പെട്ട വാതിലുകൾ നിങ്ങളുടെ ഉപ്പമാർക്ക്, ഉമ്മമാർക്ക് ഒരുപക്ഷെ കാണുക പോലും ചെയ്യേണ്ടി വന്നിട്ടില്ലാത്ത അവസരങ്ങളാണത്. അതുകൊണ്ട് ഏതെല്ലാം നൂതനമായ സിദ്ധാന്തങ്ങളെ നമ്മുടെ ക്യാമ്പസുകളിലേക്ക് ആരൊക്കെ വലിച്ചെറിഞ്ഞ് കൊടുത്താൽ തന്നെയും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ കുട്ടിയും ഒരു വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ അതിൽ വഞ്ചിക്കപ്പെട്ടു പോകരുത്. മദ്യപാനവും ലഹരിയും വ്യഭിചാരവും പച്ചയായും നിങ്ങൾക്ക് ഹലാലാണ് എന്നൊരു സ്റ്റിക്കർ തന്നെ അവിടെ ഒട്ടിച്ചു വെച്ചാൽ പോലും നമുക്കത് ഹലാലാകുന്നുണ്ടോ? ഇല്ല. ക്യാമ്പസിൽ പോളിസി പറയാണ് ഇവിടെ അത് കുഴപ്പമില്ല, നമ്മളത് ചെയ്യാൻ പാടുണ്ടോ? അതൊരു പരീക്ഷണമാണ്, കടുത്ത പരീക്ഷണമാണ്. ഏതെങ്കിലും ഒരന്യ ആണും ഒരു പുരുഷനും ഒരുമിച്ചുണ്ടാകുന്നത് തന്നെ അൽ ഖൽവത്തുൽ മുഹറമ എന്നാണ് അതിന് ശറഇടുന്ന പേര്. ഒരിക്കലും പാടില്ലാത്ത ഹറാമായ ഒരുമിച്ച് കൂടലാണത്. അത്തരം അവസരങ്ങൾ ക്യാമ്പസുകളിൽ, നമ്മുടെ കഫേകളിൽ, അങ്ങാടികളിൽ, ഷോപ്പിംഗ് മാളുകളിൽ ഹാങ് ഔട്ട് കേന്ദ്രങ്ങൾ ഒരുപാട് ഹാങ് ഔട്ടുകൾ. ഒരുമിച്ച് അവർ പോകുന്നു, ഒരുമിച്ചിരിക്കുന്നു, തോളിൽ പിടിച്ചിരിക്കുന്നു. ആര്? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള വിവേകമുള്ള മുതിർന്ന മക്കള്. അവർ വിചാരിക്കുന്നു നമ്മൾ വിദ്യാർത്ഥികളല്ലേ, അപ്പൊ ഇതൊക്കെ ജായിസാണ്. ഒരിക്കലുമില്ല മോനെ, ഒരിക്കലുമില്ല. നിനക്ക് 12 വയസ്സെങ്കിലും, നിനക്ക് പക്വതയുള്ളൊരു പ്രായമെത്തിയില്ലേ? 15 കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, നീ ഒരു അഡൽട്ടാണ് ശരീഅത്തിന്റെ കണക്കിൽ. എന്തൊക്കെ മുസ്ലിമിന് ഹറാമും ഹലാലുമാണോ അത് നിങ്ങൾക്ക് ബാധകമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥിനികളെ, നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന അവസരങ്ങൾ
തിന്മയുടെ അവസരങ്ങളിൽ ഒന്ന് കണ്ണു ചിമ്മി പടച്ചവനെ എനിക്കിത് പാടില്ലല്ലോ റബ്ബേ എന്ന് ചിന്തിച്ച് വിജയിക്കേണ്ട ഒരു ഘട്ടമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അള്ളാഹു നിങ്ങൾക്കതിന് കരുത്തു തരട്ടെ എന്ന് ഉപ്പമാർ കൂടെയുള്ള ജ്യേഷ്ഠനുജന്മാർ ഇവിടെ നിന്ന് ദുആയിരക്കുകയാണ്. നിങ്ങൾ തിന്മയിലേക്ക് വഴുതിപ്പോവല്ലേ. ഒരു തിന്മ ഒരിക്കൽ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ തിന്മയുടെ ആവർത്തനങ്ങൾ പിന്നെ എളുപ്പമാണ്. ഒരിക്കൽ പോലും അതിൽ ചെന്നു ചാടാതെ അള്ളാഹു നമ്മുടെ മക്കളെ രക്ഷിക്കട്ടെ, അള്ളാഹുവെ നീ കാത്തുകൊള്ളണമേ എന്നാണ് നമ്മൾ ദുആയിരക്കുന്നത്. മയക്കുമരുന്നും ലഹരി ഉപയോഗിച്ച് സ്വന്തം ഉമ്മയെ ഗർഭിണിയാക്കിയ ഒരു +2കാരന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എത്ര വലിയ ദാരുണമാണതൊക്കെ. ഉമ്മാക്ക് മരുന്നെടുത്തു, ഉമ്മയെ മയക്കി കിടത്തി, ഉമ്മ പോലും അറിഞ്ഞില്ല. ഭർത്താവ് 1.5 കൊല്ലമായി ഗൾഫിലാ. ഈ ഉമ്മ ഗർഭിണിയായി. പെണ്ണ്, എന്റെ ഭർത്താവല്ലാതെ ഒരാളും എന്നെ തൊട്ടിട്ടില്ല, പിന്നെ ഞാനങ്ങനെ ഗർഭിണിയായി. പോലീസും ഡോക്ടർമാരും ഒക്കെ ഒരുമിച്ചിരുന്ന് ഈ വിഷയം പഠിച്ചു നോക്കുമ്പോഴാ സ്വന്തം വീട്ടിലെ +2 വിദ്യാർത്ഥി മയക്കുമരുന്ന് കൊണ്ടുവന്ന് ഉമ്മയുടെ ഭക്ഷണത്തിലും കലക്കി കൊടുത്തു. ഉമ്മ അത് കഞ്ഞും കുടിച്ച് ആ കിടപ്പും കിടന്നതാ. പിന്നെ ഇവന്റെ തലയിൽ കയറി വന്നത് പിശാചാണ്. സ്വന്തം ഉമ്മാക്ക് ഗർഭമുണ്ടാകുന്ന ആരിൽ നിന്ന്? സ്വന്തം മകനിൽ നിന്ന്. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? എവിടേക്കാണ് ഈ ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെയാണോ നമ്മുടെ സമൂഹത്തിന്റെ അഡ്രസ്? ഇങ്ങനെയൊക്കെയാണെങ്കിൽ പുണ്യനബി എന്റെ ഉമ്മത്തികളെ എന്ന് വിളിക്കുന്നിടത്ത് 4 അയലത്ത് ചെന്ന് നോക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാകുമോ? നാളെ യാ ഇബാദി എന്ന് അള്ളാഹു വിളിക്കുമ്പോൾ നമ്മൾ ഇബാദി എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹിന്റെ അബ്ദായിട്ടുണ്ടോ? പുണ്യനബിയുടെ ഉമ്മത്തികളായിട്ടുണ്ടോ? അതുകൊണ്ട് വലിയ ഒരു പരീക്ഷണത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. നമ്മുടെ മൊബൈൽ ഫോണുകൾ, നമ്മുടെ ഗാഡ്ജറ്റ്സ്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മുതഅല്ലിമീങ്ങളടക്കം, വിദ്യാർത്ഥിനികളടക്കം, സ്കൂളിലും കോളേജിലും പോകുന്നവരടക്കം, ഇൽമു പഠിക്കുന്ന മക്കളടക്കം വഞ്ചിക്കപ്പെടാനും തകരാനും വഴിതെറ്റിപ്പോകാനുമുള്ള അവസരങ്ങൾ പിശാച് വാതുറന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്ക്രീനുകളാണ് നമ്മുടെ കൈകളിൽ നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത്. അതിന്റെ അനന്തര ഫലങ്ങൾ എത്ര വലുതാണ്. 80-90 കൊല്ലം നമ്മുടെ മുൻഗാമികൾ ജീവിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു അന്യ പെണ്ണിനെ കണ്ട അവസരങ്ങൾ ഒരുപക്ഷെ എണ്ണിയാൽ ഒതുങ്ങുന്നതായിരിക്കാം, അല്ലേ? പക്ഷേ 3 വയസ്സ് മുതൽ 10-12 വയസ്സിനിടക്ക് ഒരു കുട്ടിക്ക് കാണാനിടയാവേണ്ടി വരുന്ന തിന്മയുടെ, മോശപ്പെട്ട നഗ്നതയുടെ ചിത്രങ്ങൾ 500 കൊല്ലം ഒരു മനുഷ്യൻ ജീവിച്ചാലും അവസരമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതൊന്നും കാണൂലായിരുന്നു. പക്ഷേ 2-3 കൊല്ലം കൊണ്ട് ഒരായുസിന്റെ, 2 ആയുസിന്റെ, 5-10 ആയുസിന്റെ അത്ര തിന്മകളാണ് നമ്മൾ വാരിക്കോരി കൂട്ടുന്നത്. എവിടെയാണ് നമ്മൾ കൊണ്ടുപോയി ഇറക്കി വെക്കുക? അള്ളാഹുവിനോട് നമ്മുടെ ശരീരത്തിന് മൂക്ക് കയറിടാനുള്ള ക്ഷമ തരണേ പടച്ചവനെ എന്നാണ് നമ്മൾ ദുആയിരക്കേണ്ടതെന്ന്. മൂക്ക് കയറിടാൻ നമ്മുടെ ശരീരത്തെ. വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസ്വിഹിമാ വഇൻഹുമാ മഹളാ കന്നുസ്ഹ ഫത്തഹിമീ. നിന്റെ ശരീരത്തോടും നിന്റെ പിശാചിനോടും നീ എതിരു ചെയ്യണം. അവർ പറയുന്നത് അനുസരിക്കല്ലേ. ശരീരം നിന്നോട് പറയുന്നുണ്ട്, നീ കേൾക്കല്ലേ. ഇമാം ബുസീരി തങ്ങളുടെ എത്ര മനോഹരമായ വരികളാണത്. വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസ്വിഹിമാ വഇൻഹുമാ മഹളാ കന്നുസ്ഹ ഫത്തഹിമീ. എന്നാൽ ഇതുപോലെ ഒരു സാഹചര്യങ്ങളിൽ യൂറോപ്പിന്റെ മരം കോച്ചുന്ന തണുപ്പിൽ ജീവിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളുണ്ട്. അഭിമാനത്തോടെ പറയാം നമുക്ക്. ഐസ് പെയ്യുന്ന സമയമാണിപ്പോ യൂറോപ്പിലൊക്കെ. ഡിസംബറിന്റെ, ജനുവരിയുടെ, ഫെബ്രുവരിയുടെ ഈ ഒരു സമയങ്ങളൊക്കെ തണുപ്പിന്റെ സീസണാണ്, മാറിക്കൊണ്ടുവരുന്നേ ഉള്ളൂ. കടുത്ത മഞ്ഞ് പെയ്യുന്ന, ഐസ് പെയ്യുന്ന നേരത്ത് പോലും സുബ്ഹിക്ക് ഹയ്യ അലസ്സലാത്തി ഹയ്യ അലൽ ഫലാഹ് അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാളും മധുരമാണ്, ആനന്ദമാണ്, ഖൈറാണ് നിസ്കാരം എന്ന് വിളിച്ചു പറയുമ്പോ പുതപ്പിൽ നിന്ന് എഴുന്നേറ്റ് വുളുവെടുത്ത് അതിശൈത്യമുള്ള ഒരു കാലാവസ്ഥയിൽ അള്ളാഹുവിന് വേണ്ടി ഇരുളിലൂടെ നടന്നു ചെന്ന് മസ്ജിദിൽ കയറി ജമാഅത്തായി നിസ്കരിച്ചു വരുന്ന യുവാക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഈ ഉമ്മത്തിന് എത്ര വലിയ അഭിമാനമാണത്. ജമാഅത്തായി നിസ്കരിക്കാൻ കൂട്ടമായി വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് നമുക്ക് നിസ്കരിക്കാൻ പോകാം. സുബഹി നേരത്തെ നിസ്കാരത്തിന് ജമാഅത്തിൽ സംബന്ധിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ട്. എത്രയോ ക്യാമ്പസുകളിൽ, നമ്മുടെ സിറ്റികളിൽ കാണാം, നഗരങ്ങളിൽ കാണുന്നുണ്ട്. അൽഹംദുലില്ലാ, ആ നന്മ അല്ലാഹു നിലനിർത്തട്ടെ. അങ്ങനെ ഒരു വശത്തുകൂടെ തഖ്വയുടെ, ഈമാനിന്റെ ആളുകളെ റബ്ബ് വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇപ്പുറത്ത് നിന്ന് ഈമാൻ ചോർന്നു പോകുന്ന ദാരുണമായ കാഴ്ചയും. ഇതിനിടയിലാണ് നമ്മുടെ ജീവിതം. അല്ലാഹുവേ, നീ കാത്തുകൊള്ളണേ തമ്പുരാനെ. അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വഇദാ അറത്ക ബലിയത്തുൻ ഫസ്ബിർ ലഹാ
സുബ്റൽ കരീമി ഫഇന്നഹു ബിക അലമു. നമ്മുടെ സംഘാടകർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് സഹകരിക്കണം, നന്നായി സഹായിക്കണേ. ഇതൊരു വലിയ പരിപാടിയാണ്. ഇതിൻ്റെയൊക്കെ ചെലവുകൾ നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ വീട്ടിലൊരു ചെറിയ 4 കസേര വാടകയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്നാൽ എത്ര ബില്ല് കൊടുക്കണമെന്ന്. അപ്പോൾ ഈ സൗണ്ടും മാഷാ അല്ലാഹ് നല്ല ഒരു സൗണ്ട് സംവിധാനം, നമ്മൾ ലൈറ്റ്, ചെയർ, കാര്യങ്ങളും നമ്മുടെ ഒരുപാട് അവസരങ്ങൾ, നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് നമ്മുടെ ജാമിഅ ജലാലിയ. എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. وإذا عرتك بلية فاصبر لها صبر الكريم فإنه بك أعلم. അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ പുണ്യ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം അൻസ്വാരിയ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, തആൽ, നമ്മ രണ്ടുപേർക്കും പോകാം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാരിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ, അവരെ ആരെയെങ്കിലും ചെന്ന് കണ്ടിട്ട് ഹദീസുകൾ നമുക്ക് ചോദിച്ചു പഠിക്കാം, നമുക്ക് ഇൽമു പഠിക്കാം. അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞു, അദ്ദേഹം ഒരു കസൂലായിരുന്നു, മടിയനായിരുന്നു. അപ്പൊ പറഞ്ഞു, ഇബ്നു അബ്ബാസ്, നിങ്ങളൊക്കെ ചെറിയ കുട്ടിയല്ലേ, ഇവിടെ ഒരുപാട് മുതിർന്ന ആലിമീങ്ങൾ സ്വഹാബികൾ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളിപ്പോ അവരുടെ അടുത്ത് നിന്ന് ഇൽമു പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ക്ഷമിക്കാൻ തീരുമാനിച്ചു. മഹാൻ പറഞ്ഞു, ഞാൻ മുന്നിട്ടിറങ്ങി. കുൻതു അഖീലു ഇൻദ ബാബിൽ അൻസ്വാരി, അൻസ്വാരിയായ സ്വഹാബിയുടെ വാതിലിന്റെ അടുക്കൽ വന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇരുന്ന് അവിടെ ഇരിക്കും. ഉച്ചനേരത്ത് അവിടെ ഇരുന്ന് സ്റ്റെപ്പിൽ കിടക്കും. എന്നിട്ട് പറയാണ്, കാറ്റും പൊടിയും ഒക്കെ വന്നിട്ട് എന്നെങ്ങനെ പൊതിയും. അങ്ങനെ ഞാൻ അവിടെ കിടക്കും. പക്ഷേ ആ വീട്ടിനുള്ളിൽ കിടക്കുന്ന സ്വഹാബി ഉറങ്ങുകയോ വിശ്രമിക്കുകയോ ആയിരിക്കും. ഞാൻ അവരെ ഒന്ന് വാതിൽ കൊട്ടിയാൽ അവർക്ക് വാതിൽ തുറന്നു തരും. പക്ഷെ ഞാനത് ചെയ്യില്ല, ഞാനവിടെ ക്ഷമിച്ചു കിടക്കും. മുത്തഅല്ലിമീങ്ങളുണ്ട് ഇവിടെ, അതുകൊണ്ട് മാത്രം സൂചിപ്പിക്കുകയാണ്. അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. എന്താ നമ്മൾ അങ്ങനെ പറയാൻ കാരണം? റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. ക്ഷമ കൊണ്ട് നേടിയെടുത്തതാണത്. സ്വർഗത്തിന്റെ വഴി അവർക്ക് അള്ളാഹു തുറന്നു വെച്ചു കൊടുത്തിരിക്കുകയാണ്. അവിടെ കിടക്കുമ്പോ ഉച്ചനേരത്തെ, നട്ടുച്ചനേരത്തെ മദീനയുടെ ചൂട് നിങ്ങൾ ആലോചിച്ച് നോക്കി. ആരായി കിടക്കുന്നത്? തങ്ങൾ കുട്ടിയാണിത്. തങ്ങളാണ് ഇബ്നു അബ്ബാസ് തങ്ങളാണ്. പുണ്യനബി വഫാത്താകുമ്പോൾ ചെറിയ വയസ്സുള്ളൂ, 11-12 വയസ്സ്. അപ്പൊ സ്വഹാബി വാതിൽ തുറക്കും. യബ്ന അമ്മി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ എളാപ്പയുടെ മോനെ, നിങ്ങൾ എന്റെ വാതിലിന്റെ താഴെ വന്ന് കിടക്കുകയോ? എന്തിനാണിത്? ഒന്ന് വാതിൽ കൊട്ടിയാൽ ഞാൻ തുറന്നു തരില്ലായിരുന്നോ? പറഞ്ഞു, ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. പക്ഷേ സമിഅ്തു അൻക, നിങ്ങളെപ്പറ്റി ഞാൻ കേട്ടത് നിങ്ങളുടെ കയ്യിൽ പുണ്യനബി തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ടെന്നാണ്. അത് പഠിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് അസ്മിഅനി ഹദീസ് റസൂലില്ലാഹ്. അപ്പൊ അവിടെ നിന്ന് ചൊല്ലിക്കൊടുക്കും ഹദീസ്. ഇന്ന ഹദീസുകൾ ഹബീബിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന് അദബ് കാണിച്ചു മഹാൻ. ഒരു ഉസ്താദിനെയും ഒരു ഗുരുനാഥനെയും വിഷമിപ്പിച്ചില്ല. അവിടെ വന്ന് കിടക്കും. വീടിന്റെ മുറ്റത്ത് സ്റ്റെപ്പിൽ വന്നിരിക്കും നട്ടുച്ച നേരത്ത്. മഹാന്റെ ഫിഖഹാണത്, അദബാണത് എന്ന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ അവിടെ നിന്ന് വാതിൽ കൊട്ടി. തങ്ങളല്ലേ ഇത്, ആരും തുറന്നു കൊടുക്കൂലേ? സയ്യിദല്ലേ, പുണ്യനബി തങ്ങൾ അത്രമേൽ ആദരിച്ച അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ. അല്ലാഹുവേ, ദീനിന്റെ അറിവ് നീ കൊടുക്കണമേ, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം ഈ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണമേ എന്ന് പുണ്യനബി ദുആ ചെയ്തു കൊടുത്ത മഹാനാണിത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, തങ്ങളുടെ എളാപ്പയുടെ മോനെ അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ കിടക്കുമായിരുന്നു. 10-15 കൊല്ലം കഴിഞ്ഞപ്പോഴേ ശുദ്ധമായ ഹജ്ജ് നടക്കുമ്പോ ഹറമിൽ നിന്നുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. തഫ്സീർ ചോദിക്കുന്നവർക്ക് തഫ്സീർ, ഫിഖ്ഹ് ചോദിക്കുന്നവർക്ക് ഫിഖ്ഹ്, ഇബാദത്തിനെ സംബന്ധിച്ചുള്ള മസലകൾ, ലുഗത്ത്, അദബ് ചോദിക്കുന്നുണ്ട്, ഭാഷ, സാഹിത്യം, അവർക്കത് എല്ലാം ഫറായിദിന്റെ മസലകൾ എല്ലാം ഓരോരുത്തർക്കും ആവശ്യമായത് ഒരേ ഇരുത്തത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഹാദാ വല്ലാഹി കാന അഅഖല മിന്നി, എന്നെക്കാളും ഒരുപാട് ബുദ്ധിയുണ്ടായിരുന്നു ഇബ്നു അബ്ബാസ് എന്നവർക്കെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അവരൊക്കെ ഒരു ക്ലാസ്സിൽ പഠിച്ചവരാണ് എന്ന് പറയാം, ഒരേ പ്രായക്കാരാണ്. അന്ന് എന്നോട് ചോദിച്ചു, ഹദീസ് പഠിക്കല്ലേ? ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്തിനാ, അവിടെ ഒരുപാട് ഉസ്താദുമാരില്ലേ, സ്വഹാബിമാര് ജീവിച്ചിരിപ്പില്ലേ, പിന്നെ എന്തിനാ നമ്മൾ കുട്ടികൾ അതിന് നടക്കുന്നത്? സുബ്ഹാനല്ലാഹ്, സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞ് അടുത്ത ഒരു തലമുറക്ക് ഇൽമും അറിവും പകർന്നു കൊടുക്കാൻ സാധിച്ച അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. സുബ്ഹാനല്ലാഹ്.
വിദ്യാർത്ഥികൾ അത് സഹിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ ദീനിൽ ത്യാഗം ചെയ്യുന്ന ദാഇമാർ, പ്രബോധനം ചെയ്യുന്ന ആളുകൾ വലിയ ക്ഷമ വേണ്ടി വരും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലം ഒരുപാട് ട്രോളുകളും ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് പരിഹാസങ്ങളും കേട്ടുകൊണ്ടാണ് ദാഇമാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ദീനി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് വലിയൊരു വിഭാഗം പൈശാചിക ശക്തി ദീനിനെതിരായി അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ പിശാചിങ്ങനെ മനുഷ്യന്റെ പിന്നാലെ കൂടുകയാണ്. ആ സർവമാന വസ്വാസുകളെയും വകഞ്ഞു മാറ്റിയിട്ട് വേണം ദഅവത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങാൻ. നല്ല ക്ഷമ വേണ്ടി വരും. നമ്മുടെ മക്കളോട്, വിദ്യാർത്ഥിനികളോട് ക്ഷമ വേണ്ടി വരും. നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കൾക്ക് മക്കളോട്. അള്ളാഹു നമ്മെ ജീവിതത്തിൽ സംവിധാനിച്ചത് സബറും ശുക്റും എന്ന രണ്ട് മൂല്യങ്ങളിലൂടെയാണ്. ഒന്ന് പേഷ്യൻസ്, മറ്റൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി ചെയ്യുക, മറ്റൊന്ന് ക്ഷമിക്കുക. രണ്ടും നമ്മുടെ കൈകളിൽ എന്നും സുലഭമായി നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ വീടുകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ കോളേജുകൾ, നമ്മുടെ മഹല്ല്, നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ പഞ്ചായത്തുകൾ, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യം എല്ലാം നിലനിന്നു പോകുന്നത്. എത്ര മനോഹരമാണ്. لا تحسبن المجد تمرا أنت آكله لن تبلغ المجد حتى تعلق الصبرا حتى تلعق الصبرا. ഔന്നിത്യവും പുരോഗതിയും എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈത്തപ്പഴം തിന്നുന്ന ലാഘവത്തോടെ നിങ്ങൾ കാണല്ലേ. ലൻ തബ്ലുഗൽ മജ്ദ ഹത്താ തൽഅഖ الصبرا. ക്ഷമ എന്ന് പറയുന്നത് നിങ്ങൾ നാവുകൊണ്ട് നുണഞ്ഞെടുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾക്ക് ഉന്നതികൾ എത്തിപ്പിടിക്കുക സാധ്യമല്ല. പാണ്ഡിത്യത്തിന്റെ കൊടുമുടിയിലേക്ക് കയറിപ്പോയ മഹാപണ്ഡിതന്മാർ, അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പേന ചുരണ്ടിയിട്ട് ആ പേന ചുരണ്ടിയ വേസ്റ്റ് എന്റെ മയ്യത്ത് ഒരുപക്ഷെ ഒരു തണുപ്പ് കാലത്താണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എന്നെ കുളിപ്പിക്കാനുള്ള ഐസ് വെള്ളം ഒന്ന് ഐസ് വിടാൻ ചൂടാക്കിയെടുക്കേണ്ടി വരും. അത് എന്റെ പേന കൊണ്ട് ഞാൻ ചുരണ്ടിയെടുത്ത ആ പേനയുടെ മിബറ, അതിന്റെ ബാക്കി വരുന്ന ചെറിയ ചെറിയ പൊടികൾ അതെടുത്ത് നിങ്ങൾ കത്തിക്കണേ. വലിയൊരു ചെമ്പ് വെള്ളം കത്തിച്ചിട്ടും അത് ബാക്കിയായിരുന്നു എന്നാണ് ചരിത്രം. ലക്ഷക്കണക്കിന് പേജുകളാണ് കിതാബ് എഴുതിയത്. അതിലും അപ്പുറമാണ് അദ്ദേഹം ദഅവത്തിന് ചെലവഴിച്ച മണിക്കൂറുകൾ. 1000 വോള്യങ്ങളിൽ ഗ്രന്ഥം എഴുതിയ അല്ലാമ ഇബ്നു അഖീലിനെ പോലെയുള്ള ആളുകൾ റഹ്മത്തുള്ളാഹി തആല അലൈഹി 50,000 ഹദീസുകൾ, 50,000-ഓളം വരുന്ന ഉസ്താദുമാരിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചു പഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ പോലെയുള്ളവർ, ഇമാം ഷാഫിഈ തങ്ങളെ പോലെയുള്ളവർ എത്ര വലിയ ത്യാഗമാണ് ചെയ്തത് അറിവിന്റെ വഴിയിൽ. ആ ത്യാഗം അവർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടോ? ദീൻ നമ്മുടെ മുമ്പിലുണ്ടോ? ഫിഖ്ഹ് നമുക്ക് ലഭിക്കുമോ? ദീനിന്റെ അഹ്കാമുകൾ നമുക്ക് അറിയുമായിരുന്നോ? ഹദീസുകൾ ശേഖരിക്കപ്പെടുമായിരുന്നോ? അവർക്കൊക്കെ ഇമാം ബുഖാരി തങ്ങളുടെയൊക്കെ ത്യാഗം ഭയങ്കരമാണ്. ചെറുപ്രായത്തിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയപ്പോ 2 വയസ്സുള്ളപ്പോ കണ്ണിന്റെ കാഴ്ചയില്ല എന്ന് ഉമ്മാക്ക് ബോധ്യപ്പെട്ടു. ആ ഉമ്മയാണ് ദുആ ചെയ്തത്, അല്ലാഹുവേ എന്റെ കുഞ്ഞിന് കണ്ണിന്റെ കാഴ്ച കൊടുക്കണമേ. ആ ഉമ്മയുടെ പ്രാർത്ഥനയാണ് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി അങ്ങ് ഖുറാസാനിന്റെ അപ്പുറത്ത് നിന്ന്, സമർക്കന്ദിൽ നിന്ന്, ബുഖാറയിൽ നിന്ന് എത്ര ദൂരങ്ങളാണ് അവർ യാത്ര ചെയ്തത്. ഖുദ്സിലേക്ക്, ഇറാഖിലേക്ക്, ഈജിപ്തിലേക്ക്, ഹിജാസിലേക്ക്, മക്കയിലേക്ക്, മദീനയിലേക്ക്, യമനിലേക്ക്, എത്ര സ്ഥലങ്ങളിൽ മഹാൻ യാത്ര ചെയ്തു. ആ ത്യാഗങ്ങൾ മുഴുവൻ സ്വബറാണ്. ആർക്ക് വേണ്ടി? ആരെങ്കിലും അവരെന്തെങ്കിലും കൊടുത്തോ? അല്ല സ്റ്റൈപ്പൻഡ് കിട്ടിയോ? ശമ്പളം കിട്ടിയോ? ആരെങ്കിലും എന്തെങ്കിലും ദാനം ചെയ്തോ? ഒന്നുമില്ല. പോകുന്ന സ്ഥലങ്ങളിൽ അവർ ജോലിയെടുക്കും, പണിയെടുക്കും. അതുകൊണ്ട് കിട്ടുന്ന ശമ്പളം കൊണ്ട് അവർ ജീവിക്കും. എന്നിട്ട് ഹദീസ് പഠിക്കും. കിതാബ് എഴുതാൻ അവർ പേനയും കടലാസും ശേഖരിക്കും, മഷിയും എഴുതാനുള്ള തോൽ പേപ്പറുകളും ശേഖരിക്കും. അങ്ങനെയുള്ള യാത്ര ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി 5 കൊല്ലം ഇൽമു പഠിച്ച് തിരിച്ചു വരുമ്പോഴാണ് ഒരു കൊള്ള സംഘം ആ സംഘത്തെ പിടികൂടുന്നത്. ഗസാലി ഇമാം പറയുന്നു, അല്ലാഹു എന്റെ മുമ്പിലേക്ക് ഇട്ടു തന്ന ഒരു അറിവായിരുന്നു അത്. കയ്യിലുള്ള മുഴുവനും അവർ പിടിച്ചു വാങ്ങി. ഇമാം ഗസാലിയുടെ കയ്യിലുള്ള പേപ്പറുകൾ അവർ പിടിച്ചു വാങ്ങിയപ്പോ മഹാനവറുകൾ നെഞ്ചിലേക്ക് ചെറുത്തിപ്പിടിച്ച് പറഞ്ഞു, ഇത് ഞാൻ തരൂല, ഇതെന്റെ അറിവാണ്, ഇതെന്റെ ഇൽമാണ്. 5 കൊല്ലം ഞാൻ എഴുതിയെടുത്ത എന്റെ മക്തൂബാത്തുകളാണിത്, ഇത് ഞാൻ തരൂല എന്ന് പറഞ്ഞു. കള്ളനത് പിടിച്ചു വലിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ കൈകളിൽ നിന്ന് ഞാനിത് പിടിച്ചു വാങ്ങിയാൽ തീരുന്ന ഇൽമല്ലേ നിങ്ങളുടെ കൈകളിലുള്ളൂ? ഇതെന്ത് ഇൽമാണ്? ഈ പേപ്പർ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തു വാങ്ങിയാൽ തീർന്നു നിങ്ങളുടെ ഇൽമ്, പിന്നെ എന്തിനാണിത്? ഇമാം ഗസാലി പറയാണ്, അല്ലാഹു അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചതാണ് എനിക്ക് വേണ്ടി. അന്ന് മുതൽ തീരുമാനിച്ചതാണ്, ഇനി എഴുതി വെക്കുന്നില്ല, ഇനി ഹിഫ്ദ് ചെയ്യാൻ. അങ്ങനെയാണ്
പതിനായിരക്കണക്കിന് പേജുകൾ ഹിഫ്ള് ചെയ്തത് മഹാനായ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു കള്ളം കൊണ്ടുപോയതാ. അന്ന് തീരുമാനിച്ചു, ഇനി മുതൽ ഞാൻ പേപ്പറിൽ വെക്കൂല. എന്റെ ഇൽമ് എന്റെ കൂടെ വേണം, എന്റെ തലയിൽ വേണം, എന്റെ കൂടെ വേണം, ഞാൻ ഹിഫ്ള് ചെയ്യുകയാണ്. എത്ര വലിയ ത്യാഗങ്ങൾ! ലില്ലാഹി ദർറുഹും, അവരൊക്കെ ചെയ്ത സേവനത്തിന് അല്ലാഹുവേ നീ അവർക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. ولنبلونكم മുഅ്മിനീങ്ങളെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, പേടി കൊണ്ടും വിശപ്പ് കൊണ്ടും, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്, നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ കൃഷിയിടങ്ങളിലും പഴവർഗ്ഗങ്ങളിലും നിങ്ങളുടെ വരുമാനങ്ങളിലും കുറവ് വരുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരിസ് സ്വാബിരീൻ, നബിയേ ഞാൻ പരീക്ഷിക്കുമെന്ന വിഷയം ഉറപ്പാണ്. മൻ റളിയ ഫലഹു റിളാ വമൻ സഖിത ഫഅലൈഹി സഖത്. വേണ്ടവർക്ക് തൃപ്തിപ്പെടാം, എന്റെ തൃപ്തി കിട്ടും. വേണ്ടവർക്ക് ദേഷ്യപ്പെടാം, അവർക്ക് എന്റെ ദേഷ്യവും ഉണ്ടാകും. അല്ലാഹുവിന്റെ വാക്കാണത്, ഖുദ്സിയായ ഹദീസ്. മൻ റളിയ ഫലഹു റിളാ, ഞാൻ ഇതൊക്കെ ചെയ്യും. നിങ്ങൾക്ക് തൃപ്തി ഉണ്ടോ? അല്ലാഹുവിന്റെ എന്റെ തൃപ്തി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ദേഷ്യമാണോ? അല്ലാഹുവിന്റെ ദേഷ്യവും നിങ്ങൾക്കുണ്ടാകും. യാ അല്ലാഹ്, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറേണ്ട സമയമായി. പരാതിപ്പെടുന്നത് അല്ലാഹുവിനെ കുറിച്ചാവല്ലേ, അല്ലാഹുവിനോടാവട്ടെ. അള്ളാഹുവിനെ കുറിച്ചുള്ള പരാതി പറയല്ലേ. എന്താണ് എനിക്കിങ്ങനെ, എന്താണ് ഞങ്ങൾക്കിങ്ങനെ, എന്താ ഞങ്ങളുടെ വീട്ടുകാർക്കിങ്ങനെ, എന്തേ ഞങ്ങൾക്കിങ്ങനെ, ഞങ്ങളോട് മാത്രം, വേറെ ആരും പടച്ചവന് കിട്ടിയില്ലേ എന്നൊന്നും പറയല്ലേ. വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് നബിയെ സന്തോഷം അറിയിച്ചു കൊടുക്കണം. ആരാണവർ? الذين إذا أصابتهم مصيبة, ചെറുതോ വലുതോ ആയ ഒരു പരീക്ഷണം അവർക്ക് വന്നാൽ, ഖാലു, അവർ പറയേണ്ടത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളെല്ലാം അല്ലാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്നവരാണ്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് പോകേണ്ടവരാണ്. ഇത് പറയുന്നവർക്ക് നബിയെ അങ്ങ് സന്തോഷം അറിയിച്ചു കൊടുക്കണമേ. يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون. ക്ഷമിക്കണേ എന്ന് മാത്രമല്ല, പരസ്പരം ക്ഷമ കൊണ്ട് മത്സരിക്കണമേ, ക്ഷമ കൊണ്ട് മത്സരിക്കണമേ. ഞാൻ ചോദിക്കുന്നു, നമ്മുടെ യുവതലമുറ കല്യാണം കഴിയുമ്പോൾ നിക്കാഹിന്റെയും കല്യാണത്തിന്റെയും പൊലിമ മാത്രമാണ് നമ്മൾ അറിയുന്നത്. ഒരുപാട് വിവാഹങ്ങൾ ഒരു മാസം പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ തൊലാഖിലേക്ക് പോകുന്നുണ്ട്. ആരും അറിയില്ല. പിന്നെ അതിനിപ്പോൾ ആർക്കും വിളിച്ച് ചോറ് കൊടുക്കൂലല്ലോ, തൊലാഖാണെന്ന് പറഞ്ഞിട്ട്. അത് വേണ്ടപ്പെട്ടവര് മാത്രം അറിഞ്ഞ് അങ്ങ് നടക്കുകയാണ്. എന്തേ? പെണ്ണിനും ക്ഷമല്ല, പുതിയാപ്പിളക്കും ക്ഷമല്ല. പുതിയ പെണ്ണുങ്ങൾക്ക്, പുതുനാരികൾക്ക്, പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ക്ഷമക്കുറവ് വല്ലാതെ ഏറ്റിട്ടുണ്ടോ എന്നൊരു സംശയം ഇന്നത്തെ കാലഘട്ടം. ഒരുപക്ഷെ അവർ കേൾക്കുന്നതോ അവർ ചിന്തിച്ചതോ അവർ ഡ്രീം ചെയ്തതോ യാഥാർത്ഥ്യത്തിൽ കാണാത്തതിലുള്ള നിരാശയാണ്. പെട്ടെന്ന് പറയാൻ, എനിക്ക് ജീവിതം എടുത്തു, ഒരു കുട്ടിയായിട്ട്, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ എന്നെ തൊലാക്ക് ചൊല്ലി തന്നേക്ക്, ഞാൻ പോവാൻ, ഞാൻ ജോലിക്ക് പോയി ഒറ്റയ്ക്ക് ഞാൻ ജീവിച്ചോളാം, എനിക്ക് നിങ്ങൾ ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. എന്തേ കാരണം? പറയപ്പെടാൻ മാത്രം ഒന്നുമില്ല. നിസ്സാര വിഷയങ്ങളും ചില ഈഗോ കളികൾ മാത്രം കുടുംബത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ. നിസ്സാരമായ കാര്യത്തിന് അവർ ചോദിച്ചത് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഇറങ്ങിപ്പോക്ക്, വാശി, കടുത്ത വാശി പിടിക്കുക, പിന്നെ മിണ്ടാട്ടമില്ല, എറിഞ്ഞു പൊളിക്കലാണ്, പിന്നെ നിലവിട്ട് കരയലാണ്, ഇറങ്ങി ഓടലാണ്, പരാതിപ്പെടലാണ്. ഉമ്മമാരെ ഉപ്പമാരെ അത് അവർക്കെതിരെ കേസ്, അവർക്കെതിരെ പരാതി, അവർക്കെതിരെ ആക്രോശം. പെങ്ങളെ, ഇതൊന്നും ജീവിതത്തിൽ പരിഹാരമല്ല. ഇതുകൊണ്ടൊന്നും ഒരിക്കലും ഒന്നും നിങ്ങൾക്ക് നേടാൻ കഴിയുകയുമില്ല. ജോലിക്ക് പോയാലും അവിടെയും ക്ഷമ വേണം, വേണ്ടേ? നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾക്ക് ക്ഷമ വേണം. ഭർത്താവിനൊത്ത് ഭാര്യയോടൊത്ത് ജീവിക്കുമ്പോ ക്ഷമയില്ലാതെ ജീവിക്കാൻ കഴിയില്ല മുഅ്മിനെ. സയ്യിദുനാ ഫാറൂഖ് തങ്ങളോട് ഒരാൾ വന്ന് പറഞ്ഞത്, അമീറുൽ മുഅ്മിനീൻ, എനിക്ക് എൻ്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലണം. ഉമർ തങ്ങൾ ചോദിച്ചു, എന്താ കാരണം? എനിക്ക് അവളോടൊരു സ്നേഹം തോന്നുന്നില്ല. ഉമർ തങ്ങൾ പറഞ്ഞു, ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. പിന്നെ വന്നത്
ഉമർ തങ്ങളുടെ അൽ അസൽ ഉമരിയ, വിഖ്യാതമായ ഉമർ തങ്ങളുടെ വടിയുമായിട്ടാണ്. അപ്പോഴേക്കും ഇവൻ പേടിച്ചു. എന്തിനാണ് എന്നെ അടിക്കുന്നത്? ഉമർ തങ്ങളുടെ ചോദ്യം, അകുല്ലുൽ ബുയൂതി ബുനിയ അലൽ ഹുബ്, എല്ലാ വീട്ടിലും എപ്പോഴും സ്നേഹം ഇങ്ങനെ നിൽക്കാന്നാണോ നിന്റെ വിചാരം? സ്നേഹം തോന്നുന്നില്ല എന്ന് വിചാരിച്ച് തൊലാഖ് ചൊല്ലേ, നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മഹാനവറുകൾ ശിക്ഷണത്തിന് വന്നപ്പോൾ ഓടി രക്ഷപ്പെട്ടതാ. ഉമർ തങ്ങൾ പറയാൻ, അതിന്റെ പേരിൽ തൊലാഖ് ചൊല്ലേ? ജീവിതം കൊണ്ട് കളിക്കുകയാണോ നിങ്ങളെ? ജീവിതം കൊണ്ട് കളിക്കുകയാണോ? സവ്വജ്തുക വഅൻകഹ്തുക ബിൻതി ഫുലാന ബിമഹരി കദാ വകദാ, നിങ്ങൾക്ക് എന്റെ മോളെ ഇന്നാലിന്ന മഹറിന് ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തന്നു എന്നൊരു വാപ്പ പറയുന്നത് മരണത്തിന്റെ അവസാനം വരെയും മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലേക്കും നീണ്ടുപോകേണ്ട ഒരു ബന്ധമാണ്. അതിവിടെ 1 മാസം, 2 മാസം, 6 മാസം, 1 കൊല്ലം, 2 കൊല്ലം തീർന്നു, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. നമ്മുടെ ഉമ്മമാർ 60, 70, 80, 90, 100 വയസ്സ് വരെ ഒരുമിച്ച് ജീവിച്ചവരാണ്. ആ ഒരു ക്ഷമ നമ്മുടെ ന്യൂജൻ കുട്ടികൾക്ക് എവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയത്? എന്തേ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുകയും നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിന്റെ സുഗന്ധവും അതിന്റെ സൗന്ദര്യവും അതിന്റെ സൗരഭ്യവും ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ധൃതി പിടിക്കുകയാണ്. വലാകിന്നകും തസ്തഅജിലൂൻ, നിങ്ങൾക്ക് ധൃതിയാണ്. എല്ലാം പെട്ടെന്ന്, നാളെ തന്നെ വീട് വെക്കണം, മറ്റന്നാൾ പിന്നെ അവളെ കൊണ്ടുപോകണം എവിടേക്ക്, വിദേശങ്ങളിലേക്ക്, അത് കഴിഞ്ഞാൽ പിന്നെ വേറൊന്ന് വാങ്ങിച്ചു കൊടുക്കണം, പുതിയ വാഹനം മേടിക്കണം. ഇങ്ങനെ തുടങ്ങി ആഗ്രഹങ്ങളുടെ ഒരുപാട് സമർപ്പണമാണ് ഭർത്താവിനോട്. ആഗ്രഹങ്ങൾ സമർപ്പിക്കുക ഒക്കെ എവിടെ നിന്ന് സാധിച്ചു കൊടുക്കാനാണ്? അത് സാധിച്ചു കൊടുത്താൽ തന്നെയും ജീവിതം അവിടെ പരിപൂർണമായോ? ജീവിതം അതിലും വലുതല്ലേ? സ്നേഹവും കടപ്പാടും ക്ഷമയും ഈമാനും തഖ്വയും ഉള്ളിടത്തല്ലേ സന്തോഷമുണ്ടാകൂ? അള്ളാഹുവിനെ ഭയപ്പെടാത്ത ഒരിടത്ത് എങ്ങനെ സന്തോഷമുണ്ടാവാനാണ്? അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം, ഇതല്ലേ നമ്മൾ പറയുന്നത്, നമ്മോട് പറയാൻ കൽപ്പിച്ചത്? ക്ഷമയും സമാധാനവും അല്ലാഹുവേ നിന്നിൽ നിന്നാണ്, നീയാണ് റബ്ബേ അത് നൽകുന്നത്, നിന്നിൽ നിന്ന് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ പടച്ചവനെ, വേറെ ആര് വിചാരിച്ചാലും അത് ലഭിക്കുകയില്ല. അവിടെ നിന്നാണ് നിസ്കാരമില്ല, സുബ്ഹി നിസ്കാരമില്ല, സുന്നത്തുകളില്ല, സുന്നത്ത് നോമ്പില്ല, റമദാനുകൾ പോലും ആർക്കൊക്കെയോ വേണ്ടി എങ്ങനെയൊക്കെയോ വേണ്ടിയുള്ള ഒരു തരത്തിലുള്ള കരണം മറിച്ചിലാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അള്ളാഹു നമ്മളെ എപ്പോഴോ കൈവിട്ടു കാണില്ലേ? മഹാനായ ഖിദ്ർ അലൈഹിസ്സലാം സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിനോടുകൂടെ യാത്ര പോയപ്പോ, ഹാദാ ഫിറാഖു ബൈനി വബൈനിക്, മൂസ നബിയെ ഞാനും നിങ്ങളും ഇനിയും തമ്മിൽ ഫിറാഖ്, നമ്മൾ വിട്ടുപിരിയാണ്, ഇനി എൻ്റെ കൂടെ വരണ്ട, ഇനി നിങ്ങൾ എൻ്റെ കൂടെ യാത്ര ചെയ്യേണ്ട, പൊയ്ക്കോ എന്ന് മൂസ നബി അലൈഹിസ്സലാമിനോട് ഖിദ്ർ നബി പറയുന്നത് 3 തെറ്റുകൾ സംഭവിച്ചപ്പോഴാ. അത് തെറ്റൊന്നും പറയാനില്ല, മൂസാ നബി ആവേശം കൊണ്ട് ചോദിച്ചു പോയ 3 ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുടെ പേരിൽ ഹാദാ ഫിറാഖു ബൈനി വബൈനിക്, മഹാനായ അല്ലാമ ഹസനുൽ ബസ്രി തങ്ങൾ പറയാ, അല്ലാഹു നമ്മളോട് ഹാദാ ഫിറാഖു ബൈനി വബൈനിക് എന്ന് എപ്പോഴോ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ കളി കണ്ടിരുന്ന് സുബഹി കളാക്കിയപ്പോ, ലഹരിയുടെ പിന്നാലെ പോയപ്പോ, ന്യൂ ഇയർ ആഘോഷങ്ങൾ വരുമ്പോഴേ അന്ന് പിന്നെ എന്തൊക്കെയോ ഹലാലാണെന്നാണ് വിചാരം. പെരുന്നാളുകൾ വരുമ്പോഴേ നോമ്പിന്റെ എല്ലാ സുഗന്ധവും നഷ്ടപ്പെട്ട് ദുർഗന്ധം വമിക്കുന്നിടത്തേക്ക് നമ്മുടെ മക്കൾ ഓടിച്ചെല്ലുമ്പോ അള്ളാഹു നമ്മളോട് പറഞ്ഞു കാണില്ലേ, ഹാദാ ഫിറാഖു ബൈനി വബൈനിക്. 3 തെറ്റുകൾക്ക് ഖിദ്ർ നബി മൂസ നബിയോടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളോടത് പറഞ്ഞിരിക്കാൻ എത്രയോ അവസരങ്ങൾ കടന്നുപോയില്ലേ? പടച്ചോ നമ്മളോടത് പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന് പേടിക്കേണ്ടവരാണ് നമ്മൾ. യാ അല്ലാഹ്, ഒരൊറ്റ സുജൂദ് അള്ളാഹുവിനെ ചെയ്യാൻ വിസമ്മതിച്ചതിന്റെ പേരിലാണ് പിശാചിനോട് ഫഇന്നക റജീം, പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടത്. നമ്മുടെ ഉപ്പ വല്ലിപ്പയായ ആദം അലൈഹിസ്സലാം, നമ്മുടെ വല്യമ്മ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ, ഒരു പഴം, അത് ഏതാണ് പഴം എന്ന് നമുക്കറിയില്ല, ആപ്പിൾ ആണോ മുന്തിരിയാണോ അതൊന്നും അറിയില്ല. ലാ തഖറബാ ഹാദിഹി ഷജറ, ഒരു മരം കാണിച്ച് ഇതിൽ നിന്ന് തിന്നരുത്. ഒരു നേരം തിന്നതിന്റെ പേരിലാണ് ഇഹ്ബിതാ മിൻഹാ, നിങ്ങൾ 2 പേരൂടെ ഇറങ്ങി പോയിക്കോളൂ എന്ന് പറഞ്ഞത്. യാ അല്ലാഹ്, നമ്മൾ എന്താണ് അള്ളാഹുവിനെ സംബന്ധിച്ച് വിചാരിക്കുന്നത്? ഇത്രമേൽ പടച്ചതമ്പുരാന് വേണ്ടി തഖ്വ, ഈമാനും തഖ്വയും സബറും ക്ഷമയും തിന്മയിലേക്ക് പോകാതെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ റബ്ബ് തആല എടുത്തുകൊണ്ടു പോകാതിരിക്കാൻ ശുക്രോടുകൂടെ സബറോടുകൂടെ ക്ഷമയോടുകൂടെ നമുക്ക് നിലനിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അള്ളാഹു നമ്മളോട് ഹാദാ ഫിറാഖു ബൈനി വബൈനിക് എന്ന് പറഞ്ഞിരിക്കാൻ ഇടയില്ലയോ മുഅ്മിനീങ്ങളെ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ഖബറിന്റെ മുന്നിൽ ഒരു പെണ്ണിങ്ങനെ ഇരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയുടെ അരികത്ത് കൂടെ പോവുകയാണ്. വീട്ടിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ മരണത്തിന്റെ വേദന വലുതാണ്, സങ്കടം അതിദാരുണമാണ്, വളരെ വേദനാജനകമാണ് മരണം സംഭവിക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ ഉപ്പ മരിച്ചു ഉമ്മ മരിച്ചു എന്ന് പറയൂലേ, നമുക്ക് വേദനയാവും.
ഇനി ഒരിക്കൽ നമ്മൾ മരിച്ചു എന്ന് പറയും, വേറെ ചില ആളുകൾക്ക് അത് വേദനയായി മാറും. അതാണ് ഈ ലോകം. എൻ്റെ ഉപ്പ മരിച്ചു ഇത്ര വർഷമായി, എൻ്റെ ഉമ്മ മരിച്ചു ഇത്ര കൊല്ലമായി, ഇനി നിങ്ങൾ മരിച്ചു എന്ന് പറയും അല്ലേ? അപ്പൊ നിങ്ങളുടെ മക്കൾ പറയും എൻ്റെ ഉപ്പ മരിച്ചുപോയി. നമുക്കിപ്പോ സങ്കടമാണ്, ഇനി നമ്മൾ കാരണം ചില ആളുകൾക്ക് സങ്കടം വരും. ഈ ലോകം അങ്ങനെയാണ്. ഒരു പെണ്ണ് തന്റെ കുഞ്ഞ് മരിച്ചപ്പോ ആ കുഞ്ഞിനെ മറവ് ചെയ്തെടുത്ത് ഒരു ഉമ്മ വന്ന് പൊട്ടിക്കരയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികത്ത് വന്ന് പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിരി, പെണ്ണെ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ, നിങ്ങൾ ക്ഷമിക്കണമേ. പക്ഷെ പെണ്ണിനെ അറിഞ്ഞില്ല ഇത് പുണ്യ നബിയാണെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇലൈക അന്നി ഫഇന്നക ലം തുസബ് ബിമുസീബതി, നിങ്ങളൊന്ന് പോകുമോ, എന്റെ വിഷമം എത്രയാണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്നത്. എന്റെ വിഷമം എത്രയാണെന്നറിയോ? ഞാൻ എങ്ങനെ ക്ഷമിക്കാനാണ്? എന്റെ കരളിന്റെ കഷ്ണമല്ലേ മരിച്ചുപോയത്. ആളുകൾ പറഞ്ഞു, പെണ്ണെ നിങ്ങൾ ആരോടായി പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലാണത്. നിങ്ങളപ്പോഴേക്കും പോയി കഴിഞ്ഞിട്ടുണ്ട്. ഓടിച്ചെന്നു ആ പെണ്ണ്. ഹബീബായ നബി തങ്ങളുടെ അരികത്ത് വന്നു. ഫലം തജിദ് ഇൻദഹു ബവ്വാബീൻ. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. അല്ലാഹുവിന്റെ റസൂലിൻ